കൊല്ലം കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുന്നു. കൊട്ടാരക്കര പോലീസ് അന്വേഷണത്തിൽ നിസ്സംഗത കാണിക്കുന്നതായി കുടുംബം ആരോപിച്ചു. പോക്സോ വകുപ്പ് പ്രകാരമാണ് ഓയൂർ സ്വദേശി അൻവർ ഷായ്ക്കെതിരെ കേസെടുത്തത്. വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട്. മനോജ്, നമ്മൾ കോതമംഗലത്തെ കേസ് ചർച്ച ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കൊല്ലത്ത് കൊട്ടാരക്കരയിൽ നടന്ന സംഭവത്തിൽ ഇതുവരെയും യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു വാർത്ത നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത്. എങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? എടുത്തതിനപ്പുറം മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുന്നതും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യം കൃത്യമായും ബോധിപ്പിക്കുന്നതും. എന്നാൽ അതിൻ്റെയൊക്കെ തന്നെ ഗൗരവപരമായിട്ടുള്ള വിഷയങ്ങൾ അറിഞ്ഞിട്ടും അതിൽ കൃത്യമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പരാതി. അതിൽ തന്നെ ഈ വിദ്യാർത്ഥിനി +2 വിദ്യാർത്ഥിനിയാണ്. ഈ വിദ്യാർത്ഥിനിയോട് കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഈ യുവാവ് അടുപ്പം കാണിക്കുകയും സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ പരിചയപ്പെട്ട് അതിനുശേഷം പഴയ പരിചയം പുതുക്കിയാണ് പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം നിർബന്ധിച്ചുകൊണ്ട് തന്നെ മതം മാറണമെന്നും അതോടൊപ്പം ഹൈന്ദവാചാരങ്ങൾ പിന്തുടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതം മാറാൻ സത്യസരണിയിലേക്ക് ഉൾപ്പെടെ പോകേണ്ടി വരും, അവിടെ 15 ദിവസത്തെ ക്ലാസ് ഉണ്ടാകുമെന്നൊക്കെ ഈ പെൺകുട്ടിയോട് യുവാവ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസമാണ് ഈ മാതാവ്, അതായത് ഈ പെൺകുട്ടിയുടെ മാതാവ് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ തന്നെ മറ്റ് നടപടികളിലേക്ക്, നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ഈ യുവാവിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പൂയപ്പള്ളി പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നു. അത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഈ യുവാവിനെതിരെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പെൺകുട്ടി തന്നെ ഇക്കാര്യം ജനം ടിവിയോട് വ്യക്തമാക്കിയതാണ്. ഈ പെൺകുട്ടിയുടെ അമ്മയും ഇതിന്റെ എത്രത്തോളമാണ് അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ വ്യക്തമാക്കിയാണ്. ഭീഷണി ഉണ്ടായിരുന്നു. ഈ പരാതി നൽകിയതിനെ തുടർന്നും ഈ കുടുംബത്തിന് നേരെ ഭീഷണി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും പോലീസ് അതിൽ പ്രതിയെ പിടികൂടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കുടുംബം ഈ പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ മനോജ്, അതിന് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ഈ അറസ്റ്റ് വൈകാൻ കാരണം വേണമല്ലോ, എന്താണ് പോലീസ് പറയുന്നത്? പോലീസ് ഇപ്പോൾ ഈ കുടുംബത്തിനോട് പറയുന്നത് തങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, അതായത് ഫോണിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് 18 വയസ്സാകുന്നതിന് മുൻപ് വരെയുള്ള വിവരങ്ങൾ മാത്രമേ ഈ കിട്ടിയിട്ടുള്ളൂ. 18 വയസ്സിന് ശേഷമുള്ള വിവരങ്ങൾ തങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ എന്നുള്ള അത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബത്തെ അവിടേക്ക് പോകുമ്പോൾ അവരോട് പറയുന്നത്. എന്തായാലും കുടുംബം നിരവധി തവണ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ശരി മനോജ്, കൊല്ലം കൊട്ടാരക്കരയിൽ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ അറസ്റ്റ് വൈകുകയാണ്. കൊട്ടാരക്കര പോലീസ് അന്വേഷണത്തിൽ നിസ്സംഗത കാണിക്കുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്.